ഹായ് ഹലോ നമസ്കാരം. സനേഷാണ്. സോ ഫൈനലി ഞാനങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നമ്മുടെ ലാഡൻ സിറ്റി കൊച്ചി ബ്രാഞ്ചിൽ വന്നേക്കുവാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഇത് എവിടെ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് നമ്മുടെ ഒരു ബ്രദർ, ഒരു ദിവിൻ ചേട്ടൻ, ഇവിടെ വന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കണ്ടത്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ ഈ ഒരു ക്ലിനിക്കിൽ വന്ന് ചെയ്താൽ മതി, നല്ലതാണ്, അടിപൊളിയാണ്, നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ചേട്ടൻ കണ്ടതിൻ്റെ ചേട്ടൻ്റെ ഹെയറിൻ്റെ ആ ഒരു റിസൾട്ട് വന്നപ്പോഴും എനിക്ക് 100% വിശ്വാസമായി ഇവിടെ വന്ന് ചെയ്യാം എന്നുള്ളത്. സോ ഡോക്ടർ രാവിലെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ സർജറിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഹെയർ ലൈൻ ചെയ്ത് തരുന്നത് ഡോക്ടർ ജാദവ് സാറാണ്. അപ്പോൾ ഇനി അടുത്ത സാറെ കണ്ട് ഹെയർ ലൈൻ ഇട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഡോക്ടർ ഹെയർ ലൈൻ എല്ലാം വരച്ചു വന്നു. ഞാൻ മീശയുടെ ഇവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയും നമുക്ക് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഹെയർ എല്ലാം ട്രിം ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സർജറിയാണ്. അപ്പോൾ നമുക്ക് പോവാം. സർജറിയുടെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞ് 10 ദിവസത്തെ റെസ്റ്റും കഴിഞ്ഞ് ഇന്ന് ഹെയർ വാഷിന് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്ക് തന്നെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തെ ഒരു ടേക്ക് കെയർ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫുഡിൽ കൺട്രോൾ ഉണ്ടായിരുന്നു, നമ്മുടെ ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു, നമ്മൾ നെക്കിലൊക്കെ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റിയിരുന്നുള്ളൂ. ചായ, കാപ്പി ഇങ്ങനെയുള്ള ഫുഡൊക്കെ നമുക്ക് അവോയ്ഡ് ആയിരുന്നു. അതുപോലെ നോൺ നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫുഡിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും നമ്മുടെ ഡെയിലി റൊട്ടീനിലാണെങ്കിലും നമുക്ക് കുറച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ സംഭവം മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 10 ദിവസം നെക്ക് പില്ലോ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് നോക്കാം.